നമസ്കാരം. മുഹമ്മദ് നബിയാൽ അറേബ്യയിൽ സ്ഥാപിതമായ മതമാണ് ഇസ്ലാം മതം. മുഹമ്മദ് നബിയുടെ പിൻഗാമിയെ പറ്റിയുള്ള തർക്കമാണ് ഇസ്ലാം മതത്തെ രണ്ടായി പിളർക്കാൻ കാരണമായി തീർന്നത്. ഷിയ, സുന്നി എന്നീ രണ്ട് വിഭാഗങ്ങളായി മുസ്ലിം സമൂഹം മാറിയത് എങ്ങനെയാണ്? അതാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. അലി അബിലിക് ഇസ്ലാമിക ചരിത്രത്തിലെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പേരാണിത്. മുഹമ്മദ് നബിയുടെ പിതൃ സഹോദരനായ അബൂ തലീമിന്റെ പുത്രനായി AD 600 മക്കയിലെ ഹാഷിം വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അനാഥനായപ്പോൾ മുഹമ്മദ് നബിയെ എടുത്തു വളർത്തിയത് അദ്ദേഹമായിരുന്നു. ഇസ്ലാമിനെയും പ്രവാചകനെയും ആദ്യം അംഗീകരിച്ചതും അദ്ദേഹമായിരുന്നു. ഇസ്ലാം മതത്തിന്റെ തുടക്കത്തിൽ മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടിരുന്നു. മക്കയിൽ മുഹമ്മദിനെതിരെ വലിയ ഗൂഢാലോചനകൾ നടക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും മക്ക വിട്ട് പോയി. പ്രവാചകനെ വധിക്കുവാൻ ശത്രുക്കൾ വീട് വളഞ്ഞു. പ്രവാചകൻ കിടന്ന വിരിപ്പിൽ കയറിക്കിടന്ന് ആൾമാറാട്ടം നടത്തിയത് അലിയായിരുന്നു. AD 622 പ്രവാചകൻ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു. ഈ പലായനത്തെ ഹിജ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിക് കലണ്ടർ ആരംഭിക്കുന്നതും ഹിജ്റ വർഷം മുതലാണ്. മദീനയിലെത്തിയ ശേഷം നബിയുടെ മകൾ ഫാത്തിമ സാറയെ അലി വിവാഹം കഴിച്ചു. പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായി മാറി. നല്ല സൈനിക മകൾ പുലർത്തിയിരുന്ന അലിയെ അസദല്ല അഥവാ ദൈവത്തിന്റെ സിംഹം എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. AD 631 ഇസ്ലാം സമൂഹം വലിയൊരു ശക്തിയായി മാറി. മുഹമ്മദ് നബിയുടെ കീഴിൽ മക്കയിലും അറേബ്യൻ നാടുകളിലും ഇസ്ലാം മതം ഒരു വലിയ ശക്തിയായി മാറി. മുഹമ്മദ് നബി പ്രായമേറി വരികയാണ്. മുഹമ്മദ് നബിയുടെ പിൻഗാമി ആരായിരിക്കണമെന്ന ചോദ്യം അനുയായികൾക്കിടയിൽ ശക്തമായി. ഈ ചോദ്യമാണ് വർഷങ്ങളോളം ഒന്നായി നിന്ന ഇസ്ലാം സമൂഹത്തെ രണ്ടായി പിളർന്ന് ഷിയ, സുന്നി എന്നീ രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റിയത്. മുഹമ്മദ് നബി മക്കയിൽ എത്തിയതിനു ശേഷം ഏതാണ്ട് 10 വർഷങ്ങൾക്കിപ്പുറം മക്കയിൽ ഹജ്ജ് ആചാരങ്ങൾ ആരംഭിച്ചു. ഈ ഹജ്ജ് ചടങ്ങ് വിടവാങ്ങൽ തീർത്ഥാടനം എന്നാണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് ഹജ്ജ് പൂർത്തിയാക്കി മടങ്ങുന്ന വഴിയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിനിടയിൽ അലിയുടെ കൈപിടിച്ചുയർത്തി എന്നെ മൗലായ ഉള്ളവർക്കെല്ലാം അലിയും മൗല ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഷിയ ശാസ്ത്രമനുസരിച്ച് അലിയെ പ്രവാചകൻ മൗല എന്ന് വിളിച്ചത് തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സുന്നികൾ വിശ്വസിക്കുന്നത് അലി പ്രവാചകന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു എന്നാണ് അതിലൂടെ പ്രഖ്യാപിച്ചത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം പ്രവാചകന് ദൈവത്തിൽ നിന്നും ജിബ്രിൽ എന്ന മാലാഖ വഴി വെളിപാടായി ലഭിച്ച വചനങ്ങൾ ഖുർആൻ എന്നും മുഹമ്മദ് നബി തീർപ്പായും പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ഹദീസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഹദീസ് പ്രകാരം നബിയുടെ മരണത്തിന് മുമ്പുള്ള ഒരു വ്യാഴാഴ്ച അദ്ദേഹം തന്റെ അനുയായികളോട് ഒരു പേനയും തുകലും ചോദിച്ചിരുന്നു. തന്റെ മരണശേഷം തന്റെ ജനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ എഴുതുവാനായിരുന്നു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്നാൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായ ഉമർ, നബിക്ക് വലിയ അസുഖമുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞങ്ങളുടെ പക്കലുണ്ട്, അത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇത് വലിയ തർക്കത്തിന് കാരണമായി മാറി. വലിയ ബഹളം വെച്ച അനുയായികളെ മുറിയിൽ നിന്നും പുറത്തു പോകുവാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. ഷിയ, സുന്നി വിഭാഗങ്ങൾ പേനയുടെയും തോലിന്റെയും ഹദീസ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടും രണ്ടായിട്ടാണ് രണ്ടു കൂട്ടരും വ്യാഖ്യാനിക്കുന്നത്. അലിയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കാനാണ് തുകലും പേനയും ആവശ്യപ്പെട്ടതെന്ന് ഷിയ വിഭാഗം അവകാശപ്പെടുന്നു. പ്രവാചകൻ അലിയെ പിൻഗാമിയാക്കിയില്ലെന്നും ഇസ്ലാം സമൂഹത്തിന് തെരഞ്ഞെടുക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തുവെന്നും സുന്നി വിഭാഗം അവകാശപ്പെടുന്നു. AD 632 നബിയുടെ മരണത്തെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത് അലി നടത്തുകയായിരുന്നു. ഇസ്ലാമിന്റെ പുതിയ നേതാവിനെ കണ്ടെത്തുന്നതിനായിട്ട് മദീനയിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളായിരുന്ന അലിയും അബൂവും ഉമറും മദീനയിൽ നടക്കുന്ന യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. അവരെ കൂട്ടാതെയാണ് ആലോചനകൾ നടക്കുന്നത്. അബൂബക്കറും ഉമറും യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഓടിയെത്തി അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നബിയുടെ ബീബിയായ ഐഷയുടെ പിതാവായിരുന്നു അബൂബക്കർ. നബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഉമർ. ദീർഘനേരം നീണ്ട ചർച്ചയ്ക്ക് ശേഷം അബൂബക്കറിനെ പുതിയ ഭരണാധികാരിയായും ഖലീഫയായും തെരഞ്ഞെടുക്കുവാൻ ഉമർ അവിടെ കൂടിയ ആളുകളോട് ആവശ്യപ്പെടുന്നു.
ഈ സമയം അലിയുടെ കൂട്ടാളികളും ഈ യോഗത്തിലേക്ക് എത്തുന്നു. ഉമർ അവരോട് ആവശ്യപ്പെട്ടു അബൂബക്കറിന് വിധേയപ്പെടുവാൻ. അങ്ങനെ വലിയ ബഹളത്തിലേക്ക് ആ യോഗം ചെന്നെത്തുകയാണ്. അലിയെ സമാധാനിപ്പിച്ച് അബൂബക്കറിന്റെ കൂടെ നിർത്തി എന്നാണ് സുന്നി വിഭാഗം അവകാശപ്പെടുന്നത്. എന്നാൽ അലിയുടെ വീട്ടിലെത്തിയ ഉമർ അലിയെ കീഴ്പ്പെടുത്തി അലിയുടെ ഗർഭിണിയായ ഭാര്യയെ ഉപദ്രവിച്ച് ഖിലാഫത്തിൽ ഒപ്പിടിയിച്ചു എന്നാണ് ഷിയ വിഭാഗം അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ള യാതൊരുവിധ രേഖകളും ഇല്ല. അലി അബൂബക്കറിനെയും ഉമറിനെയും ഖലീഫമാരായി പ്രഖ്യാപിച്ച് പൊതുജീവിതത്തിൽ നിന്നും പിന്മാറി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രാജ്യകാര്യങ്ങളിൽ അലിയുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അലി തന്റെ പെൺമക്കളിൽ ഒരാളെ ഉമറിന് വിവാഹം ചെയ്തു കൊടുത്തു. AD 644 ഉമറിന്റെ മരണശേഷം വീണ്ടും പുതിയ പിൻഗാമിയായി അലി പരിഗണിക്കപ്പെട്ടു. എന്നാൽ പ്രവാചകന്റെ മറ്റൊരു കൂട്ടാളി ഉസ്മാൻ ബിൻ അഫാൻ പുതിയ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ഖലീഫയെ അലി അംഗീകരിച്ചു. എന്നാൽ ഖിലാഫത്തിനോടുള്ള അതൃപ്തി അവിടെ ഉണ്ടായി. പുതിയ ഖലീഫ സ്വജനപക്ഷപാതം കാട്ടുന്നുവെന്ന് പലരും പറഞ്ഞു തുടങ്ങി. ഉസ്മാനെതിരെ വലിയ ശത്രുത ഉയർന്നു വന്നു. ഈജിപ്തിൽ നിന്നുള്ള ശത്രുക്കൾ ഉസ്മാനെ വധിച്ചു. വീണ്ടും അലിയെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ഉസ്മാന്റെ കൊലയാളികളെ ശിക്ഷിക്കണമെന്ന് അലിയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അലി പറഞ്ഞത് രാജ്യം നേരെയാക്കിയതിനു ശേഷം അതിലേക്ക് കടക്കാം എന്നാണ്. പക്ഷേ അതൊരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് വഴി തെളിച്ചത്. ഒന്നാം ഫിത്ത എന്നറിയപ്പെടുന്ന ആഭ്യന്തര യുദ്ധം പലതവണ അലി വിജയിക്കുകയുണ്ടായി. വലിയ യുദ്ധങ്ങളിലേക്ക് മാറിയേക്കാവായിരുന്ന പ്രശ്നങ്ങൾ രണ്ടു കൂട്ടരും സന്ധി ചെയ്ത് ഒത്തുതീർപ്പാക്കി. ഒരു ദിവസം മസ്ജിദിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അലിയെ ഹരീരികൾ വധിക്കുന്നു. അലിയുടെ മരണത്തിന് ശേഷം അലിയുടെ മകൾ ഖലീഫയായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ മുവാബിയ അതിനെ ശക്തമായി എതിർത്തു. മുവാബിയയ്ക്ക് വലിയ സൈനിക ശക്തിയുള്ളതിനാൽ ഹസൻ മുവാബിയെ ഖലീഫയായി പ്രഖ്യാപിച്ചു. എന്നാൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ഹസൻ മുവാവിക പൂർണ്ണമായും ഇസ്ലാം മതത്തിനൊപ്പം നിൽക്കണം. പുതിയ ഖലീഫയെ നിയമിക്കരുത്. പുതിയ ഖലീഫയെ ഷൂറ കൗൺസിൽ തീരുമാനിക്കണം. അലിയുടെ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ഇതായിരുന്നു ആ നിബന്ധനകൾ. എന്നാൽ മുവാവിയ ആ നിബന്ധന അംഗീകരിച്ചില്ല. ഭരണത്തിന്റെ അവസാനം സ്വന്തം മകനെ ഖലീഫയായി പ്രഖ്യാപിച്ചു. അങ്ങനെ കൂടിയാലോചനകളോടെ ഖലീഫയെ തിരഞ്ഞെടുത്തിരുന്ന രീതി മാറി രാജ ഭരണത്തിലേക്ക് മാറുകയാണ്. അലിയുടെ മക്കളും മുവയുടെ മകൻ ഹുസൈന്റെ മക്കളും തമ്മിൽ ശത്രുതയും യുദ്ധങ്ങളും കൂട്ടക്കൊലകളും മരണങ്ങളും സംഭവിച്ചു. കർബല യുദ്ധത്തിൽ പ്രവാചകന്റെ ചെറുമക്കൾ ഉൾപ്പെടെ മരണപ്പെട്ടു. ഈ യുദ്ധത്തോടെയാണ് ഇസ്ലാം സുന്നി ഷിയ എന്നീ രണ്ട് ഭാഗങ്ങളായി മാറുന്നത്. പ്രവാചകന്റെ പിൻഗാമി തർക്കത്തിൽ തുടങ്ങി നിരവധി ആഭ്യന്തര യുദ്ധങ്ങളും കൊലപാതകങ്ങളും നടത്തി മുസ്ലിം സമൂഹം രണ്ട് വിഭാഗങ്ങളായി മാറി. സുന്നി ഷിയ എന്നീ രണ്ട് ഭാഗങ്ങൾ.